കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വീഡിയോ കാണുന്ന ഏവരെയും 2025 പുതുവർഷത്തിൻ്റെ ആശംസകളെ ആദ്യമായി നേർന്നുകൊള്ളുന്നു. ഈ പുതുവർഷം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിനും ആത്മീകമായും ഭൗതികമായും ശാരീരികമായും ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്നും ക്രിസ്തുവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുൻപ് നടക്കുന്ന അടയാളങ്ങളിൽ യൂതജാതിയിൽ അല്ലെങ്കിൽ യൂതനിൽ നടക്കുന്ന ചില അടയാളങ്ങളെക്കുറിച്ച് യേശു ക്രിസ്തു തിരുവചനത്തിലൂടെ പരാമർശിച്ചിട്ടുണ്ട്. അതിലൊരു കാര്യം ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം, അവർ എങ്ങനെയാണ് കടന്നു വന്നത് എന്നതിനെക്കുറിച്ച് തിരുവചനാടിസ്ഥാനത്തിലും ചരിത്രത്തിൽ നിന്നും ചില കാര്യങ്ങളെ വെളിപ്പെടുത്തി ഇതിനു മുൻപുള്ള വീഡിയോവിൽ ഞാൻ പറഞ്ഞിരുന്നു. ഈ വീഡിയോവിൽ തുടർച്ചയായി അതിൻ്റെ രണ്ടാമത്തെ കാര്യം ദൈവത്തിനടിസ്ഥാനത്തിലും ചരിത്രഭാഗത്തിൽ നിന്നും നിങ്ങളോട് വ്യക്തമാക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവന്റെ വരവിനോടനുബന്ധിച്ച് ഉള്ള സംഭവങ്ങളിൽ അത്തി എന്നതായ ഒരു വിഷയത്തെ കർത്താവ് എടുത്തു പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 24-ാം അധ്യായം 32 മുതൽ ഉള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പ് ഇളതാകി ഇല തളിർക്കുമ്പോൾ വേനലെടുത്ത് എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. യേശുക്രിസ്തു ഇസ്രായേൽ ജനത്തിന്റെ അല്ലെങ്കിൽ യഹൂദ ജാതിയുടെ വളർച്ചയെക്കുറിച്ച് ഒരത്തിയോട് ഉപമിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഓരോ രാജ്യങ്ങൾക്കും ഓരോ അടയാളങ്ങൾ ഉദ്ധരിക്കുകയാണ്. ഇംഗ്ലണ്ട് രാജ്യത്തിന് റോജാ പൂവാണ് അതിന്റെ അടയാളമായിരിക്കുന്നത്. സ്പെയിൻ രാജ്യത്തിന് പൊമിഗ്രാറ്റ് അല്ലെങ്കിൽ മാതുളയാണ് അടയാളമായിരിക്കുന്നത്. സ്കോട്ട്ലൻഡ് രാജ്യത്തിന് ഞെരിഞ്ചിൽ എന്നറിയപ്പെടുന്ന മുൾച്ചെടി അവർക്ക് അടയാളമായിരിക്കുന്നു. അതുപോലെ ഇസ്രായേൽ ജനത്തിന് അത്തി ഒരടയാളമായി ഇരിക്കുന്നു എന്ന് ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം 29-31 വരെയുള്ള വാക്യങ്ങളിലും യെരമ്യാവ് 24:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കാണാൻ കഴിയും. യഹൂദന്മാരായ ഇസ്രായേൽ രാജ്യത്തിന് 3 വൃക്ഷങ്ങൾ അടയാളമായി കൊടുക്കപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തേത് മുന്തിരിച്ചെടി. ഈ മുന്തിരി ഇസ്രായേൽ ജനത്തിന്റെ ആത്മീക അനുഭവങ്ങളെയും ദൈവം അവർക്ക് കൊടുത്തതായ മഹത്തേറിയ ആത്മീക ഫലങ്ങളെയും കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തേത് അത്തിവൃക്ഷം. ഈ അത്തിവൃക്ഷം ഇസ്രായേൽ രാജ്യത്തിന്റെ ദേശീയ അല്ലെങ്കിൽ രാജ്യത്തിന്റെ അഭിവൃദ്ധിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3 ഒലിവവൃക്ഷം. ഒലിവവൃക്ഷം ഇസ്രായേൽ ജനത്തിന്റെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ മതപരമായ അനുഭവങ്ങളെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പ്രധാനമായി ഈ 3 വൃക്ഷങ്ങൾ ഉണ്ടെങ്കിലും 2 കാര്യത്തെക്കുറിച്ച് അല്പമായി ഞാൻ പറയട്ടെ. അതിൽ ഒന്നാണ് മുന്തിരിത്തോട്ടം അല്ലെങ്കിൽ ദ്രാക്ഷത്തോട്ടം. യെശയ്യാവിന്റെ പ്രവചനം 5-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും ലൂക്കോസിന് സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലും മത്തായി സുവിശേഷം 21-ാം അധ്യായം 18 മുതൽ 20 വരേക്കും ഉള്ള വാക്യങ്ങളിലും ദൈവത്തിന് ഫലവത്തായ ഒരു മുന്തിരി തോട്ടം ഉണ്ടായിരുന്നു എന്ന് ഇസ്രായേൽ ജനത്തിന്റെ സഭയെക്കുറിച്ചാണ്, ആത്മീക അനുഭവത്തെക്കുറിച്ച് യെശയ്യാവ് ആത്മാവിലൂടെ വെളിപ്പെടുത്തുന്നു. യേശുക്രിസ്തുവും തന്റെ ഉപമകളിലൂടെ അത് വെളിപ്പെടുത്തുമായിരുന്നു. ഇസ്രായേൽ ജനത്തിന്റെ ആത്മീക അനുഭവങ്ങളെക്കുറിച്ച് ധാരാളം വിഷയങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഒരു കാര്യം തിരുവചനത്തിൽ നിന്ന് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 9-ാം അധ്യായം 4-5 വാക്യങ്ങൾ, അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും
ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാർക്കും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനുമീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ഇവിടെ ഇസ്രായേലിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന ആത്മീയ അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടു. എല്ലാ നിലയിലും യഹൂദന്മാർ ദൈവത്തിന്റെ സ്വന്തം ജനമായും ദൈവത്തിന്റെ ശ്രേഷ്ഠപുത്രനായും ദൈവത്തിന്റെ ആദ്യഫലമായി ഇരിക്കുമ്പോൾ തന്നെ എല്ലാ ആത്മീക അനുഭവങ്ങളും ദൈവം അവർക്കുള്ളവ എന്നുള്ള നിലയ്ക്ക്, യേശുക്രിസ്തു അവരിൽ കൂടി ജനിച്ചു എന്നുള്ള നിലയ്ക്ക് അവർ ലോകത്തിൽ ശ്രേഷ്ഠമുള്ള ഒരു ജാതിയായി ദൈവം അംഗീകരിച്ചിരുന്നു. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതായ ദൈവത്തിന്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ചാതെ പോയാൽ അവർക്ക് വരുന്ന ശാപങ്ങളുടെ 18 കൂട്ടം കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇസ്രായേൽ ജനം ആത്മീക ഫലമില്ലാതെ ദൈവത്തിന് പ്രയോജനകരമായി മാറുവാൻ ഇടയില്ലാതെ പോകുമെങ്കിൽ അത്യാഗ്യ യഹൂദനെ ദൈവം വെട്ടിക്കളയും എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം. യഹൂദനെ കുറിച്ചുള്ള പരാമർശത്തെയാണ് യേശു റോമയിലൂടെ തെളിയിപ്പാനിടയായിത്തീർന്നത്. ദൈവം പലപ്പോഴും ഇസ്രായേൽ ജനത്തെ ദൈവം കൊടുത്ത കൽപ്പനകളും പ്രമാണങ്ങളും വിധികളും അനുസരിക്കായകൊണ്ട് അവൻ പ്രവാസത്തിലേക്ക് പലപ്പോഴും അയച്ച് എന്ന് ഇതിനു മുൻപ് 3 സംഭവങ്ങളെ എടുത്തു പറഞ്ഞു. ഒന്ന്, മിസ്രയീമിൽ ദൈവം പ്രവാസികളായി ജനത്തെ അയച്ചു. 2, അശൂർ രാജ്യത്തിലേക്ക് ദൈവം ഇസ്രായേൽ ജനത്തെ പ്രവാസികളായി അയച്ചു. 3, ബാബിലോണിയ അടിമത്വത്തിലും ദൈവം അയച്ചു എന്നുള്ള കാര്യത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിരുന്നു. 4-മത്തെ കാര്യം, 4-മത്തെ പ്രാവശ്യം അടിമത്വത്തിലല്ല അയച്ചത്, ലോകം മുഴുവനും ചെതറിപ്പിക്കുകയാണ് ചെയ്തത്. അത് ചെയ്യാനുള്ള കാരണം എന്താണ്? 2 കാര്യങ്ങൾ നിങ്ങളോട് ഓർപ്പിക്കാം. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും അനുസരിക്കായാൽ അനുസരണക്കേട് കാണിച്ചതുകൊണ്ടും ദൈവത്തെ അവിശ്വസിച്ചതുകൊണ്ടും ഹൃദയശാഠ്യം കൊണ്ടും വിഗ്രഹാരാധികളായി തീർന്നത് കൊണ്ടും ദൈവം അവരെ അടിമത്വത്തിലേക്ക് അയപ്പാനിടയായിത്തീർന്നു. എന്നാൽ പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ ദൈവം ജനത്തെ ലോകം മുഴുവനും ദൈവം അവരെ ചിതറിപ്പിച്ചു എന്നാണ് കാണുന്നത്. ഇതിന്റെ കാരണം എന്താണ്? മത്തായി സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. അത് ദൈവം ഈ ഭൂമിയിൽ കാലാകാലങ്ങളായി പല പ്രവാചകന്മാരെയും മുൻപിതാക്കന്മാരെയും അയച്ച് ദൈവം തന്റെ ദൂതനെ അറിയിച്ച് ജനമനുസരിപ്പാൻ പറഞ്ഞപ്പോൾ അവരനുസരിക്കായ കൊണ്ട് നല്ല ഫലം കായ്പാൻ അവരെ കൊണ്ട് കഴിയായ കൊണ്ടും തന്റെ ഏകജാതനാകുന്ന പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അവൻ അയച്ചു. പക്ഷേ യേശു ക്രിസ്തുവിനെ അവർ തള്ളിക്കളഞ്ഞ് പാളയത്തിന് പുറത്ത് യേശുവിനെ ക്രൂശിച്ച് അവരെ കൊന്നുകളഞ്ഞ് എന്ന് നമുക്ക് ആ ഭാഗത്തിൽ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇസ്രായേൽ ജനം യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ അവർ വിശ്വസിക്കായ കൊണ്ട് അവർ തള്ളിക്കളഞ്ഞു. തന്നെയുമല്ല, മത്തായി 23-ാം അധ്യായം 37 മുതൽ 39 വരയ്ക്കുമുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഏകദേശം അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ യെരുശലേം നഗരത്തെ നോക്കി കർത്താവ് വിലപിച്ചുകൊണ്ട് പറയുന്ന ശബ്ദസ്വരമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സില്ല. യഹൂദാജനം ദൈവം അയച്ച പുത്രനായ യേശു ക്രിസ്തുവിനെ അവർ തള്ളിക്കളഞ്ഞതുകൊണ്ട് കർത്താവ് വിലപിച്ചുകൊണ്ട് പറയുകയാണ്, യെരുശലേമേ, യെരുശലേമേ, എത്രയോ വട്ടം നിങ്ങളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ചേർക്കുന്ന പോലെ ചേർക്കുവാൻ മനസ്സായിരുന്നു, പക്ഷേ നിങ്ങൾ എന്നെ തിരസ്കരിച്ചു, എന്നെ തള്ളിക്കളഞ്ഞു എന്ന് അവിടെ ഹൃദയവേദനയോട് കർത്താവ് പറയുകയാണ്.
അതുമാത്രമല്ല, പിലാത്തോസ് യേശുക്രിസ്തുവിനെ വിസ്തരിക്കുമ്പോൾ ശിക്ഷിച്ച് യേശുവിനെ വിടുവിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചപ്പോൾ യഹൂദ ജനം ഒരുമിച്ച് ചേർന്നുകൊണ്ട് പറഞ്ഞ്, ബരബ്ബാസിനെ ഞങ്ങൾക്കായി വിടുവിക്കണം, യേശുക്രിസ്തുവിനെ ക്രൂശിച്ച് കൊല്ലണം എന്ന് ആർത്ത് നിലവിളിച്ച്. മത്തായി 27 അധ്യായം 25 26 വാക്യത്തിൽ, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. അവൻ ബരബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്ത് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു കൊടുത്തു. പിലാത്തോസ് യേശുവിനെ വിടുവിക്കുവാൻ ആഗ്രഹിച്ചു. ഇസ്രായേൽ ജനം യേശുവിനെ നിഷേധിച്ച് ബരബ്ബാസിനെ വിടുവിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ, കുറ്റമില്ലാതെ രക്തത്തിൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് അവൻ കൈകഴുകിയപ്പോൾ ഇസ്രായേൽ ജനം ആർത്തു വിളിച്ച്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികൾ മേലും വരട്ടെ എന്ന് ദൈവത്തിന്റെ ന്യായവിധിയെ അവർ വിളിച്ചു വരുത്തുവാനിടയായിത്തീർന്നു. 2 കാര്യം ഇവിടെ കാണപ്പെടുകയാണ്. പഴയ നിയമപ്രകാരം ഇസ്രായേൽ ജനം ദൈവത്തെ തള്ളി വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞ് അനുസരണക്കേട് കാണിച്ച്, അതുകൊണ്ട് ദൈവം അവരെ വെട്ടിക്കളയുവാൻ തീരുമാനിച്ചു. പുതിയ നിയമ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ അവർ തിരസ്കരിച്ച്, ദൈവം അയച്ച യേശുക്രിസ്തുവിനെ അവർ തള്ളിക്കളഞ്ഞ് ക്രൂശിക്കുവാനുള്ള സമയമായപ്പോൾ യേശുവിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകൾ മേലും വരട്ടെ എന്ന് അവർ വിളിച്ചു ശാപത്തെ വാങ്ങി. അതുകൊണ്ട് ദൈവം 4ാമത്തെ പ്രാവശ്യം അവർ ലോകം മുഴുവനും ചിതറിപ്പിക്കുവാൻ ദൈവം പ്ലാനിട്ടു. അതിനെക്കുറിച്ച് 2 പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ ഒന്നും പുതിയ നിയമത്തിൽ ഒന്നുമായി കാണാൻ കഴിയും. ഒന്നാമത്തത് BC 538 ദാനിയേൽ പ്രവാചകൻ മുഖാന്തിരം ദൈവം ഒരു പ്രവചനം നൽകിയിരുന്നു. ദാനിയേൽ പ്രവചനം 9 അധ്യായം 26 വാക്യം, 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും. അവൻ ആരും അല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടായിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ദാനിയേൽ പ്രവചനത്തിൽ 70 ആഴ്ചവട്ടത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 69ാമത്തെ ആഴ്ചവട്ടമാകുമ്പോൾ യേശു ക്രൂസിൽ ഛേദിക്കപ്പെടും എന്നും അതിനുശേഷം പ്രഭു കടന്നു വരും, അവൻ യെരുശലേമിനെ നശിപ്പിക്കും എന്ന് ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്ത് അത് നിവർത്തിക്കപ്പെടേണ്ട സമയം അടുത്തുകൊണ്ടിരുന്നു. 2ാമത്തത് AD 30 യേശു ഒരു മുന്നറിയിപ്പ് നൽകി. മത്തായി സുവിശേഷം 24 അധ്യായം 1-2 വാക്യത്തിൽ, യേശു ദേവാലയം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. 2ാമത്തത് ലൂക്കോസ് സുവിശേഷം 19 അധ്യായം 42 മുതൽ 44 വരെ ഉള്ള വാക്യങ്ങളിൽ, ഈ നാളിൽ നിന്റെ സമാധാനത്തിനായി ഉള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിന്നെ ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. യേശുക്രിസ്തുവും യെരുശലേം ഒരു കല്ലിന്മേൽ ഒരു കല്ലില്ലാതെ മുഴുവനും ഇടിക്കപ്പെട്ടു പോകുന്ന നാളിക വരുമെന്ന് യേശു പ്രവചനമായി
മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ ജനം ഫലമില്ലാതെ, ഫലം കൊടുക്കുവാൻ കഴിയാതെ അവർ കാണപ്പെട്ടു. ദൈവത്തെ അവരനുസരിച്ചില്ല. അതുകൊണ്ട് ദൈവം ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത പ്രവചന നിവൃത്തി നടക്കേണ്ടതിനും യേശു AD 30 കൊടുത്തതായ മുന്നറിയിപ്പിൻ പ്രകാരം അതിനെ നിവർത്തിക്കപ്പെടേണ്ട കാലങ്ങൾ അടുത്തു വന്നു. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ക്രൂസ് മരണത്തിന് ശേഷം AD 66 മുതൽ 70 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ ജനം റോമ ഗവൺമെന്റിന് എതിരായി അവർ കലഹങ്ങൾ ഉണ്ടാക്കുവാനിടയായി തീർന്നു. ആ കാലഘട്ടത്തിൽ റോമൻ ഭരണമാണ് അവിടെ ഉണ്ടായിരുന്നത്. AD 66 സീരിയ ദേശത്ത് അധിപതിയായിരിക്കുന്ന ലെസിറ്റസ് കാലസ് തന്റെ വലിയ സൈന്യത്തോടുകൂടെ യെരുസലേമിലേക്ക് കടന്നുവരുവാനിടയായി. ഈ അധിപതിയായിരുന്ന ലെസിറ്റസ് കാലസിനും അവന്റേതായ സൈന്യത്തെയും യഹൂദ ജനം എതിർത്ത് യുദ്ധം ചെയ്ത് അവരെ നാട്ടിൽ നിന്ന് ആട്ടിക്കളയും. സംഭവിച്ചത് ഇസ്രായേൽ ജനത്തിന് വലിയൊരു പ്രതീക്ഷയും പ്രത്യാശയും ഉളവാക്കി. കാരണം ഞങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, ദൈവം യഹോവയാം ദൈവം ഞങ്ങളോടുകൂടെ ഉണ്ട്, അവൻ ഞങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയയില്ല എന്നുള്ള വളരെ വിശ്വാസത്തോടു കൂടിയാണ് അവർ ആ നാളുകളിൽ ഇരുന്നത്. അങ്ങനെ റോമാക്കാരോടുകൂടെ എതിർത്ത് യുദ്ധം ചെയ്യുവാൻ വേണ്ടി അന്ന് പല സൈന്യാധിപന്മാരെ പലസ്തീൻ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിയമിക്കുവാനിടയായി. അങ്ങനെ പലസ്തീനായിലുള്ള ഗലിലേയ പ്രദേശത്ത് യൂത ചരിത്രകാരനായ ജോസിഫസിനെയാണ് സൈന്യാധിപനായി അവർ നിയമിക്കുവാനിടയായി തീർന്നത്. ഈ കാലഘട്ടത്തിൽ റോമയിൽ നിന്ന് നീരോ ചക്രവർത്തി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിൽ വെസ്പേഷ്യൻ എന്നതായ ഒരു സൈന്യാധിപന്റെ കയ്യിൽ യഹൂദ ജനത്തെ മുഴുവനും നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള അധികാരം നീരോ ചക്രവർത്തി കൊടുത്തു. അങ്ങനെ AD 66, 67 കാലഘട്ടങ്ങളിൽ വെസ്പേഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തി അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലത്തിൽ വലിയ ഒരു സൈന്യത്തോടുകൂടി അവൻ അവിടെ കടന്നു വരുവാനിടയായി. ഈ സമയത്ത് തന്നെ വെസ്പേഷ്യൻ ചക്രവർത്തിയുടെ മകനായിരുന്ന തീത്തോസും തന്റെ വലിയ ഒരു സൈന്യത്തോടുകൂടി അവനും യെരുശലേമിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ റോമക്കാരുടെ സൈന്യത്തിന്റെ ബലം തിരിച്ചറിഞ്ഞ ഇസ്രായേൽ ജനം അവരോട് എതിർത്ത് നിൽക്കുവാൻ കഴിയായ കൊണ്ട് അവർ യെരുശലേമിന്റെ കോട്ടകൾക്കുള്ളും മാത്രമല്ല മറ്റുമുള്ള സ്ഥലങ്ങളിലേക്ക് അവർ ഒളിച്ചു പാർത്ത് അവർ യുദ്ധത്തിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ദീർഘകാലം അവർക്ക് അതിനകത്തെ ഒളിച്ചിരിക്കുവാൻ കഴിയാതെ പോയി. ആ സമയത്ത് AD 67 പലസ്തീനായിലുള്ള ഗലിലേയ പ്രദേശം മുഴുവനും റോമക്കാരുടെ മുൻപിൽ ശരണടയുവാൻ അല്ലെങ്കിൽ കീഴ്പ്പെടുവാൻ ഇടയായി. AD 68 വെസ്പേഷ്യൻ ചക്രവർത്തി വീണ്ടും വളരെ സൈന്യത്തോടുകൂടി യഹൂദന്മാരോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി യെരുശലേമിലേക്ക് കടന്നു വരികാൻ ഇടയായിത്തീർന്നു. അങ്ങനെ അവൻ പലസ്തീന നാട്ടിൽ പല സ്ഥലങ്ങളിലെയും അതുപോലെ യെരുശലേം നഗരത്തെയും പിടിക്കുവാൻ വളരെ ബദ്ധപ്പാടോടുകൂടി അവൻ കടന്നു വന്ന സമയത്ത് യഹൂദ ജനം തങ്ങൾക്കകത്ത് തന്നെ അവർ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ അറിഞ്ഞതായ വെസ്പേഷ്യൻ യെരുശലേമിനെ പിടിക്കുവാൻ ഉള്ള ആ ധീരത വിട്ടിട്ട് പലസ്തീനായിലുള്ള മറ്റുമുള്ള പ്രദേശങ്ങളെ പിടിക്കുന്ന ആർത്തിയിലാണ് അവൻ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ഈ സമയമാകുമ്പോൾ റോമാക്കാരൻ നീരോ ചക്രവർത്തി മരിക്കുകയാണ്. ഈ നീറോയുടെ മരണവാർത്ത കേട്ട സമയത്ത് എങ്ങനെയെങ്കിലും റോമ ഭരണത്തെ
തന്റെ കീഴിൽ കൈയടക്കണം എന്ന് പറഞ്ഞിട്ട് വെസ്പേഷ്യൻ യുദ്ധം ചെയ്യുന്നതിനെ വിട്ടിട്ട് അവൻ നേരെ സെസരിയയിലേക്ക് അവൻ മടങ്ങിപ്പോയി. അവിടെ വെച്ച് അവിടത്തെ ജനം വെസ്പേഷ്യനെ റോമ ചക്രവർത്തിയായി കിരീടധാരിയായി മാറുവാനിടയായി. അതിനുശേഷം AD 70 ഏപ്രിൽ മാസമായപ്പോൾ വെസ്പേഷ്യൻ മകനായ തീത്തോസ് ഏകദേശം 100,000 സൈന്യത്തോടുകൂടി യെരുശലേമിൽ കടന്നു വന്ന് 4 മാസം അവിടെ വളഞ്ഞ് അവരെ യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് യെരുശലേം നഗരം എന്ന് പറയുന്നത് 3 കോട്ടകൾ കൊണ്ട് വളരെ സുരക്ഷിതമായി ഇരിക്കുന്ന സ്ഥലമാണ്. ഈ കോട്ടകളുടെ മുകളിൽ 90 സുരക്ഷിത ഗോപുരങ്ങളും ഉണ്ടായിരുന്നു. ഈ കോട്ടകളെയും തീത്തോസിന്റെ സൈന്യം വളഞ്ഞിരിക്കുമ്പോൾ ഇസ്രായേലും കോട്ടയ്ക്ക് പുറത്ത് അവർക്ക് ഒരു സ്ഥലത്തിനും പോകുവാൻ കഴിയാതെ പോയ സാഹചര്യങ്ങളായി. അങ്ങനെ യഹൂദ ജനം അന്ന് യെരുശലേമിൽ വളരെ ക്ഷാമത്തിൽ എത്തിച്ചേർന്നു. ഭക്ഷിക്കുവാനോ കുടിക്കുവാനോ ആഹാരങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ ഒന്നും കഴിയാതെ അവർ വളരെ ക്ഷാമത്തിൽ പൊരിഞ്ഞ അനുഭവത്തിലായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആഹാരം കിട്ടായതുകൊണ്ട് അനേക തങ്ങളുടെ സ്വന്തം മക്കളെ തന്നെ അവർ ഭക്ഷിപ്പാൻ അല്ലെങ്കിൽ പാനകളിൽ വെച്ച് പുഴുങ്ങി ഭക്ഷിപ്പാൻ ഇടയാ തീർന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കാര്യം ആവർത്തന പുസ്തകം 28-ാം അധ്യായം 15 മുതൽ 68 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനം ദൈവത്തെ വിട്ട് അന്യപ്പെട്ടു പോയാൽ ദൈവം അവിടെ സ്വന്തം മക്കളെ ഭക്ഷിപ്പാൻ ഇടയായി തീരുമെന്ന് പറഞ്ഞ ശാപം അവിടെ നിവർത്തിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 53-ാം വാക്യം. ശത്രു നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നിന്റെ ഗർഭഫലമായ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം നീ തിന്നും. ഈ പ്രവചനം ആ കാലഘട്ടത്തിൽ നിവർത്തിക്കുവാനിടയായി. AD 70 ആഗസ്റ്റ് മാസം 4-ാം തീയതി യെരുശലേമിലുള്ള 1-ാമത്തെ മതിൽ കോട്ട തീത്തോസ് കൈസരിനാൽ ഇടിക്കപ്പെട്ടു. പിന്നീടത്തെ 4 ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ 2-ാമത്തെ കോട്ടയും അവർ ഇടിച്ചു കളഞ്ഞു. അങ്ങനെ ആയപ്പോൾ യഹൂദന്മാർ നിൽക്കുവാൻ കഴിയാത്തത് കൊണ്ട് അവർ യെരുശലേം ദേവാലയത്തിലേക്ക് അവർ അഭയം പ്രാപിപ്പാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തീത്തോസ് കൈസർ യെരുശലേമിനും യെരുശലേം ദേവാലയത്തെ മുഴുവനും തീയിട്ട് അതിനെ ചുട്ടികളഞ്ഞു. ദേവാലയത്തിലുള്ള പൊന്ന് മറ്റുമുള്ള ലോകങ്ങളൊക്കെയും തീയിൽ ഉരുകി അത് കടന്നു വന്നപ്പോൾ ആ പൊന്നിനെ മുഴുവനും തീത്തോസിന്റെ പടവീരന്മാർ കൊള്ളയിടുകയും മാത്രമല്ല യെരുശലേം ദേവാലയത്തിന്റെ അടിസ്ഥാനത്തിലും പൊന്ന് നിക്ഷേപമായി കാണും എന്ന് ചിന്തിച്ച് ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. തീത്തോസ് ആനകളിൽ ഉരുക്ക് കലപ്പ് കെട്ടിവെച്ച് അതിനെ ഉഴുത് അടിസ്ഥാനത്തെ മുഴുവനും മറച്ചിളക്കി. അങ്ങനെ യെരുശലേം ദേവാലയം മുഴുവനുമായി ഉഴപ്പെട്ട ഒരു നിലം പോലെ മാറി. ഈ സമയം കർത്താവ് പറഞ്ഞ AD 30 പറഞ്ഞ പ്രവചനം നിവർത്തിയാകുകയാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ യേശു പറഞ്ഞത്, നിങ്ങൾ ഈ ദേവാലയത്തെ കാണുന്നുവല്ലോ, ഒരു കല്ലിന്മേൽ ഒരു കല്ല് ശേഷിക്കാതെ എല്ലാം ഇടിക്കപ്പെട്ടു പോകുന്ന നാഴിക വരുമെന്ന് യേശു പറഞ്ഞ പ്രവചനം തീത്തോസ് കൈസരിലൂടെ അന്ന് നിവർത്തിയായി. തന്നെയുമല്ല, ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ അവൻ നഗരത്തിൽ സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞ്, ഈ നാളിൽ നിന്റെ സമാധാനത്തുള്ളത് നീ അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു.
ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം അറിയാത്തത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്ത് ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും എന്ന് പറഞ്ഞ യേശു പറഞ്ഞ പ്രവചനം അന്ന് നിവർത്തിയായി. അങ്ങനെ ആ സമയത്ത് യെരുശലേമിൽ ഏകദേശം 10 ലക്ഷത്തിൽ പരം യഹൂദന്മാർ കൊല്ലപ്പെടുവാനിടയായിത്തീർന്നു. ഏകദേശം 97,000 പേര് തീത്തോസ് അവരെ പിടിച്ച് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുവാനിടയായിത്തീർന്നു. ആ സമയം യഹൂദന്മാർ ലോകം മുഴുവനും ചെതറിപ്പോകുവാൻ ഇടയായിത്തു. ഇസ്രായേൽ ജനത്തിന് രാജാവില്ലാതെ, പുരോഹിതനില്ലാതെ, ദേവാലയമില്ലാതെ, ഇപ്പോൾ അവസാനം അവരുടെ സ്വന്തം നാട് പോലും ഇല്ലാതെ ലോകം മുഴുവനും ചെതറിപ്പോകുവാൻ ഇടയായിത്തീർന്നു. പിന്നിടത്തേതിൽ വീണ്ടും 65 വർഷങ്ങൾക്ക് ശേഷം കാൽഡിയൻ എന്നതായ ഒരു കൈസർ യെരുശലേമിലേക്ക് വന്ന് 3.5 വർഷം സൈന്യം കൊണ്ട് യെരുശലേമിനെ വളഞ്ഞ് ഏകദേശം 5,80,000 യഹൂദന്മാരെ അവൻ കൊന്നു. യെരുശലേം മുഴുവനും അവൻ ഉഴുതുമറിച്ച് അവിടെ ഉപ്പ് വിതച്ച് എന്ന് ചരിത്രം പറയുന്നു. അന്നായപ്പോൾ BC 730 മീക പ്രവാചകൻ മുഖാന്തിരം ദൈവം അരുളിച്ചെയ്ത പ്രവചനം അന്ന് നിവർത്തിക്കപ്പെട്ടു. മീക പ്രവചനം 3-ാം അധ്യായം 12-ാം വാക്യം. അതുകൊണ്ട് നിങ്ങളുടെ നിമിത്തം സിയോനെ വയൽ പോലെ വിഴും, യെരുശലേം കൽക്കുന്നുകളും ആലയത്തിന്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പോലെയും ആയിത്തീരും. ദൈവത്തെ തള്ളിക്കളഞ്ഞ, ദൈവപുത്രനായ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ, ദൈവത്തെ അനുസരിക്കാത്ത ജനം അവിടെ ദേശം ഉഴുതു മറിച്ചു കളയുമെന്ന് മെഗാ പ്രവാചനിലൂടെ അറിയിച്ച തിരുവചന ഭാഗം പ്രവചനം ഈ ഖാഡിയൻ കൈസർ മുഖാന്തിരം അന്ന് നിവർത്തിക്കപ്പെടുവാനിടയായിത്തീർന്നു. അങ്ങനെ AD 70 മുതൽ AD 1920 വരയ്ക്കും യഹൂദ ജനം പട്ടുപോയ അല്ലെങ്കിൽ ഉണങ്ങിപ്പോയ ഒരത്തിവൃക്ഷം പോലെ കാണപ്പെടുവാനിടയായിത്തീർന്നു. ഇസ്രായേൽ ജനം ലോകം മുഴുവനും പല രാജ്യങ്ങളിലെ ചെതറിപ്പാർത്തു. നമ്മുടെ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും യഹൂദന്മാർ കടന്നു വന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ തന്നെ അനേക യഹൂദന്മാർ അവിടെ വരുവാനിടയായിത്തീർന്നു. ലോകത്തിന്റെ ഏകദേശം 72 രാജ്യങ്ങളിൽ ഇസ്രായേൽ ജനം അവർ ചിതറിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. AD 1900 ശേഷം അത്തി തുളിർക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരു ചരിത്രം നമുക്ക് പിന്നിടത്തിൽ കാണാൻ കഴിയും. യോബ് ഒരിക്കൽ ഒരു പ്രവചനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7 മുതൽ 9 വരയ്ക്കുമുള്ള വാക്യങ്ങളിൽ, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശ ഉണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടി കിളിർക്കും, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല, അതിന്റെ വേര് നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, അത് ഒരു തൈ പോലെ തളിർ വിടും. ഈ ഭാഗം വേറൊരു വിഷയത്തെ അടിസ്ഥാനമാക്കി പറഞ്ഞിരുന്നാലും ദൈവം തള്ളിക്കളഞ്ഞ, ദൈവത്താൽ ലോകം മുഴുവനും ചെതറിപ്പിക്കപ്പെട്ട ഇസ്രായേൽ ജനം പട്ടുപോയ ഒരു അത്തിയെപ്പോലെ കാണപ്പെട്ടുവെങ്കിലും ദൈവം അവർക്കൊരു പ്രത്യാശയുടെ പ്രവചനം കൂടെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കർത്താവ് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ഭാഗമാണ് അവിടെ ഇരിക്കുന്നത്. ഒരു വൃക്ഷമായിരുന്നാലും അത് വെട്ടിക്കളഞ്ഞാൽ അത് തുളിർത്തു വരും. യോബ് ഒരു പ്രവചനമായി പറഞ്ഞതുപോലെ അത്യാകുന്ന യഹൂദൻ തന്റെ അനുസരണക്കേടിനാൽ പട്ടുപോയെങ്കിലും അവരെ തുളിർക്കുവാൻ ദൈവം ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്
ദൈവം ഇസ്രായേൽ ജനത്തോട് തന്റെ മുൻപിതാക്കന്മാരോടും പ്രവാചകന്മാരോടും പറഞ്ഞ നിയമത്തെ ഈ സന്ദർഭമായപ്പോൾ കർത്താവ് ഓർത്ത്. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 41-42 വാക്യങ്ങളിൽ, ഞാനും അവർക്ക് വിരോധമായി നടന്ന് അവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയതും ഏറ്റുപറയുകയും അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം അപ്പോൾ താഴുകയും അവർ തങ്ങളുടെ അകത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ ഞാൻ യാക്കോബിനോടുള്ള എൻ്റെ നിയമം ഓർക്കും, ഇസഹാക്കിനോടുള്ള എൻ്റെ നിയമവും അബ്രഹാമിനോടുള്ള എൻ്റെ നിയമവും ഞാൻ ഓർക്കും, ദേശത്തെയും ഞാൻ ഓർക്കും. അപ്പോൾ ദൈവം പിതാക്കന്മാരായ അബ്രഹാമിനോട് ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത കനാൻ ദേശത്തെക്കുറിച്ചുള്ള ആ ഉടമ്പടി, ആ വാഗ്ദത്തത്തെ ദൈവം ഓർക്കുകയാണ്. തന്നെയുമല്ല, ആവർത്തന പുസ്തകം 30-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, ഞാൻ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന അനുഗ്രഹവും സാവുമായ ഈ വചനങ്ങളൊക്കെയും നിന്റെ മേൽ നിവൃത്തിയായി വന്നിട്ട് നിന്റെ ദൈവമായ യഹോവ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള അതത് ജാതികളുടെയും ഇടയിൽ വെച്ച് നീ അവയെ നിന്റെ ഹൃദയത്തിൽ ഓർത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടുകൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെ ഒക്കെയും അവന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്ങളിലേക്ക് തിരികെയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചെതറിച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും, അവിടെ നിന്ന് അവർ നിന്നെ കൊണ്ടുവരും. ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ നിയമം, പിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരോട് ദൈവം ചെയ്ത വാഗ്ദത്തം, ആ വാഗ്ദത്ത കനാൻ ദേശത്തെ ദൈവം വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്തത്തെ കർത്താവ് അപ്പോൾ ഓർക്കുവാനായി ഇടയാകുന്നത്. പ്രവചനങ്ങളുടെ നിവർത്തി നടക്കുന്ന സമയത്ത് ദൈവം പ്രധാനമായ ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ തിയോഡർ ഹെർസിൽ. ഇദ്ദേഹം ഒരു യഹൂദനാണ്. ഇദ്ദേഹം AD 1896 യഹൂദനും പലസ്തീനായും എന്നതായ തലക്കെട്ടിൽ ഒരു പുസ്തകം എഴുതി ഇസ്രായേൽ ജനമൊക്കെ ചെതറിപ്പാർത്ത ഏകദേശം 72 രാജ്യങ്ങളിലും അവർ അയച്ചു കൊടുക്കുവാനിടയായിത്തീർന്നു. ഈ പുസ്തകത്തെ വായിച്ചതായ യഹൂദ ജനം ദൈവത്വങ്ങളിലേക്ക് തിരിയുന്നത് മാത്രമല്ല, അവരുടെ ഹൃദയത്തിൽ ദൈവം തന്റെ മങ്ങളുടെ മുൻപിതാക്കന്മാർക്ക് അവകാശമായി വാഗ്ദത്തമായി നൽകിയ ദേശത്തെ അവകാശമാക്കണമെന്നുള്ള ഒരു ആത്മീക തീ അവിടെ ഹൃദയങ്ങളിൽ അനൽകൊള്ളുവാനിടയായിത്തീർന്നു. അങ്ങനെ AD 1897 ആഗസ്റ്റ് മാസം 29-ാം തീയതി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തിൽ ബാൽസി എന്ന് പറയുന്ന ഒരു പട്ടണത്ത് വലിയ ഒരു കോൺഫറൻസ് കൂട്ടുവാനിടയായിത്തീർന്നു. പല രാജ്യങ്ങളിലുള്ള യഹൂദന്മാർ ഈ കോൺഫറൻസിൽ അവർ സംബന്ധിച്ച് ഡോക്ടർ തിയോഡർ പ്രസംഗിച്ച പ്രസംഗം ഇസ്രായേൽ ജനത്തിന്, യൂത ജനത്തിന്റെ ഹൃദയത്തിൽ വലിയ ഒരു സ്വന്തം അഗ്നി അവിടെ ഹൃദയങ്ങളിലേക്ക് വ്യാപരിപ്പാനിടയായിത്തീർന്നു. അത് എങ്ങനെയാണ് പറയുന്നത്? യഹൂദ ജനമേ, ഞങ്ങൾ ദൈവത്തിന്റെ ജനമാണ്, സ്വന്തം ജനമാണ്. ദൈവത്തിൻ്റെതായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന് പറഞ്ഞ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത ദേശമാണ്. ഞങ്ങൾ ദൈവമക്കളാണ്. സംസാരിച്ചു കൊണ്ടിരിക്കാതെ യഹൂദന്മാർ പാർക്കുവാൻ വേണ്ടിയുള്ള ഒരു തനിച്ചുള്ള ഒരു രാജ്യത്തെ സ്ഥാപിക്കുവാൻ നിങ്ങൾ പ്രയാസപ്പെടണമെന്ന് വളരെ ആവേശത്തോടുകൂടി അദ്ദേഹം പ്രസംഗിപ്പാനിടയായിത്തീർന്നു. ഇത് ചിതറിപ്പാർത്ത യഹൂദ ജനത്തിന്റെ ഹൃദയങ്ങളിൽ വലിയ ഒരു സ്വാതന്ത്ര്യ ഒരു തീ പടരുവാനിടയായി.
അങ്ങനെ അദ്ദേഹത്തിന്റെ പരിശ്രമത്തിൽ സിയോൻ സംഘം എന്ന ഒരു പ്രസ്ഥാനത്തെ അവർ രൂപീകരിക്കാനിടയായി. ഈ സിയോൻ സംഘം എന്നുള്ള സ്ഥാപനത്തിൽ ഡോക്ടർ തിയോഡർ ഹെൽസ് ആണ് അധ്യക്ഷനായി അദ്ദേഹം ആകുവാനിടയായി തീർന്നു. ഡോക്ടർ തിയോഡർ ഹെൽസ് യഹൂദ ജനത്തിനു വേണ്ടി ഒരു രാജ്യത്ത് സ്ഥാപിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുവെങ്കിലും ആ പരിശ്രമം സഫലമാകുവാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം 44 വയസ്സുവരെയാണ് ജീവിച്ചിരുന്നത്. പിന്നീടത്തതിൽ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് മരണശേഷം ആ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ സ്വന്തം ദേശം എന്നുള്ള ആ ഉത്തരവാദിത്വത്തെ ഡോക്ടർ കെയിം വെയ്സ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ആ ഉത്തരവാദിത്വം കൊടുക്കപ്പെട്ടു. ഇദ്ദേഹം പലസ്തീനായിൽ ചെന്ന് സിയോൻ സംഘത്തെ എന്തുകൊണ്ടാണ് രൂപീകരിച്ചത്, അതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ യഹൂദ ജനത്തിന്റെ ഇടയിൽ അദ്ദേഹം പ്രചരിപ്പിക്കുകയും പ്രസംഗിക്കുകയും സ്വന്തം ദേശം യഹൂദ ജനത്തിന് ആവശ്യമാണ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്യുവാനിടയായിത്തീർന്നു. 1909 വർഷത്തിൽ ഗലിലയ കടൽത്തീരത്തിന്റെ തെൻകോടിയിലുള്ള സ്ഥലത്തിൽ യഹൂദന്മാർക്കുള്ള ആദ്യ യഹൂദ കോളനി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കുവാനിടയായിത്തീർന്നു. അതേ വർഷത്തിൽ തന്നെ ഏകദേശം 10,90,000 ജനതയുള്ള ഡെൽ അവീവ് എന്ന് പറയുന്ന പട്ടണവും അവിടെ നിർമ്മിക്കപ്പെട്ടു. ഇങ്ങനെ ഇരിക്കുമ്പോൾ കെയിം വെയ്സ്മാൻ ഈ സിയോൻ സംഘത്തിൻ്റെതായ നേതാക്കന്മാർക്കൊക്കെയും പലസ്തീന ദേശത്തെ എങ്ങനെയെങ്കിലും പിടിക്കണം, കൈവശമാക്കണം. അവരാഗ്രഹിച്ച് ഇരിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് കൈവശമാക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പലസ്തീന ദേശത്ത് തുർക്കികളുടെ കയ്യിൽ നിന്ന് വില കൊടുത്തെങ്കിലും വാങ്ങണം എന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ സിയോൻ സംഘത്തിന്റെ നേതാക്കന്മാർ തുർക്കി സുൽത്താന്റെ അടുക്കൽ ചെന്ന് യഹൂദ ജൻ ലോകം മുഴുവനും ചെതറിപ്പാർക്കുന്നു, പലസ്തീന ദേശം പിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്ത സ്വന്തം ദേശമാണ്, ഞങ്ങൾക്ക് വിലക്കരയമായി കൊടുക്കണം എന്ന് അവർ ആവശ്യപ്പെട്ട്, ഇതിന് തുർക്കി സുൽത്താൻ പറഞ്ഞ ഒരു മറുപടി, ഈജിപ്തിന്റെ സമതലത്തിൽ ഓടുന്ന നൈൽ നദിയുടെ വെള്ളം വടപുറത്തിലേക്ക് തിരിഞ്ഞ് പലസ്തീന നാട്ടിൽ ഒഴുകുന്ന അങ്ങനെയുള്ള സമയം വരുമെങ്കിൽ പലസ്തീന നാട്ട് നിങ്ങൾക്ക് സ്വന്തം ദേശമായി നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞ് അവിടെ ആവശ്യത്തെ നിഷേധിക്കുവാനിടയായിത്തീർന്നു. സ്വർഗത്തിലെ ദൈവം ആ വാക്കിനെ കുറിച്ചു വയ്പാനും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒന്നാമത്തെ ലോകമഹായുദ്ധം ആരംഭിക്കുന്നത്. ഒന്നാമത്തെ ലോകമഹായുദ്ധം 1914 ആഗസ്റ്റ് 4 ആരംഭിച്ച് 1918 വർഷം നവംബർ 11 അവസാനിച്ചത്. അപ്പൊ ഈ ഒന്നാം ലോക മഹായുദ്ധം തത്വത്തിൽ ഈ യുദ്ധം ബ്രിട്ടനും ജർമ്മനിക്കുമാണ് യുദ്ധം നടക്കുന്നത്. പക്ഷേ ഈ യുദ്ധത്തിൽ 33 നാടുകൾ ഒന്നു ചേർന്ന് അതിൽ ഭാഗമാക്കാൻ തീർന്നു. അങ്ങനെയാണ് അത് ലോകമഹായുദ്ധമായി മാറിയത്. അപ്പോൾ ഈ ലോകമഹായുദ്ധത്തിൽ ആദ്യമായി ബ്രിട്ടീഷുകാരൻ അവർ ഉപയോഗിച്ച യുദ്ധ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ആകായവിമാനം അവർ ആദ്യമായി ഉപയോഗിച്ച്, സമുദ്രത്തിനകത്തുള്ള നീരിലുള്ള കപ്പലുകൾ അവർ ഉപയോഗിച്ച്, ടാങ്കുകൾ അവർ ഉപയോഗിച്ച്, വിഷവാതകങ്ങൾ അവർ ഉപയോഗിപ്പാൻ ഇടയായിത്തീർന്നു. ഈ ചരിത്രത്തിൽ ആദ്യമായാണ് അവർ ഇങ്ങനെയുള്ള യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ യുദ്ധത്തിൽ ഏകദേശം 4 കോടിക്ക് മേൽ ജനം മരിക്കുവാനിടയായിത്തീർന്നു. പല കോടി ജനം
തങ്ങളുടെ അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ടവരായി അവർ കാണപ്പെട്ടു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് AD 1916 യൂറോപ്പിന്റെ കടതീര പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ ബ്രിട്ടന് ഈ വെടിമരുന്നുകൾ ഉണ്ടാക്കുവാനുള്ള വേദിപ്പൊടി മൂലകങ്ങൾ ആ പ്രദേശത്ത് ധാരാളം ഉണ്ടായിരുന്നു. ഈ സ്ഥലങ്ങളിൽ ജർമ്മനിക്കാർ പിടിച്ചതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് വളരെ പരാജയപ്പെടുന്ന സാഹചര്യമാണ് അവിടെ കടന്നു വന്നത്. ഈ അവസരം നോക്കി തുർക്കിയരും ജർമ്മനിയരെ ചേരുവാനിടയായിത്തീർന്നു. ബ്രിട്ടീഷ് அரசாங்கம் ഈ ബോംബുകൾ ചെയ്യുവാനുള്ള ഉപകരണങ്ങൾ അവർ കിട്ടാത്തത് കൊണ്ട് ആരെങ്കിലും ഇതിനുവേണ്ടി സഹായിക്കുവാൻ കഴിയുമോ എന്ന് അവർ അന്വേഷിപ്പാൻ തുടങ്ങി. അങ്ങനെ ഇംഗ്ലണ്ടിലുള്ള മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഡോക്ടർ ചെയിൻ വൈസ്മാൻ എന്നതായ ഒരു റഷ്യ യൂതനെ അവർ ആ ഉത്തരവാദിത്വത്തിന് വേണ്ടി അവർ ഏൽപ്പിച്ചു. അങ്ങനെ അദ്ദേഹം പല മൂലകങ്ങളെ ഒരുമിച്ച് ചേർത്ത് TNT എന്ന് പറയുന്ന ഒരു ഗ്യാസ് അദ്ദേഹം കണ്ടുപിടിച്ചു. ഈ ഗ്യാസിന് യുദ്ധം നടന്ന പ്രദേശങ്ങളിലൊക്കെയും അദ്ദേഹം അയച്ചു കൊടുത്തു. എന്നാൽ കാലാവസ്ഥ അനുകൂലമല്ലാതെ പ്രതികൂലമായി ഇരുന്നത് കൊണ്ട് അദ്ദേഹം അയച്ചു കൊടുത്ത TNT ഗ്യാസ് അത് മുഴുവനുമായി പ്രവർത്തനരഹിതമായി മാറുവാനിടയെത്തീർന്നു. ഇതിനെ കണ്ടതായ ബ്രിട്ടീഷുകാർ ഡോക്ടർ ചെയിൻ വൈസ്മാനെ വിവരം അറിയിച്ച് നിങ്ങൾ കണ്ടുപിടിച്ചതായ അയച്ചതായ TNT ഗ്യാസ് കാലാവസ്ഥ മുഖാന്തരം നഷ്ടപ്പെട്ടു പോയി, അത് ഇല്ലാതെയായിപ്പോയി അറിയിപ്പ് കൊടുത്തപ്പോൾ അദ്ദേഹം വളരെ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും, അദ്ദേഹം ഒരു ദൈവമനുഷ്യനാണ്, ഒരു യഹൂദ ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം ഒരിക്കൽ ബൈബിളിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോബിന്റെ പുസ്തകം ദൈവം അദ്ദേഹത്തെ കണ്ണിൽപ്പെടുവാൻ ഇടയായിത്തീർന്നു. യോബിന്റെ പുസ്തകം 38 അധ്യായം അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഞ്ഞക്കട്ട എന്തുകൊണ്ടാണ് ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വാക്യമനത്തുണ്ട്. അത് യുദ്ധം വരുമ്പോൾ ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് സൂക്ഷിക്കുന്നത്, ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് എന്നുള്ള വചനത്തെ അദ്ദേഹം വായിച്ചപ്പോൾ അദ്ദേഹം ഒരു ചിന്ത പോയി. ഈ TNT ഗ്യാസിനെ മഞ്ഞക്കട്ടയ്ക്കകത്ത് സൂക്ഷിച്ച് അയച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇല്ലാതാകാതെ, അത് നശിച്ചു പോകാതെ പ്രയോജനമുള്ളതായി മാറും എന്നുള്ള നിലയിൽ അദ്ദേഹം മഞ്ഞക്കട്ടയിൽ ആ TNT ഗ്യാസിനെ പൊതിഞ്ഞു വച്ച് കപ്പലിലൂടെ കടൽ മാർഗമായി അയച്ചു കൊടുത്ത് ആ TNT ഗ്യാസ് അത് ഇല്ലാതാകുകയോ നശിച്ചു പോകുകയോ ഒന്നും ചെയ്യാതിരുന്നു. അങ്ങനെ ആ ഒന്നാമത്തെ ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ അവർ വിജയം കൈവരിപ്പാനിടയായിത്തീർന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിൽ യഹൂദന്മാരെ ഒക്കെയും കൊന്നൊടുക്കുവാനിടയായിത്തീർന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറുടെ നാജി എന്നറിയപ്പെടുന്ന സൈന്യം പരാജയപ്പെട്ടു. ഈ പരാജയത്തിന് യഹൂദന്മാർ തന്നെ കാരണം എന്ന് ആരോ ചെന്ന് അദ്ദേഹത്തിന്റെ കാതിൽ പറഞ്ഞുകൊടുത്ത് ഇതിനെ കേട്ട ഹിറ്റ്ലർ വളരെ കോപിച്ച് കുപിക്ഷനായി തീർന്നു. ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ യഹൂദ ജനത്തെ മുഴുവനും വേരോട് വേരറുക്കുവാൻ, കൊന്നൊടുക്കുവാൻ അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചു. യഹൂദന്മാരെ കൊന്നൊടുക്കുവാൻ വേണ്ടി പ്രത്യേക സൈന്യത്തെ പോലും അവൻ നിയോഗിപ്പാനിടയായിത്തീർന്നു. നാട്ടിൽ കാണുന്ന യഹൂദന്മാരെ എവിടെയും കണ്ടുപിടിച്ചാൽ അവരെല്ലാം കൊന്നു കളയുന്നതാണ് അവരുടെ ഉത്തരവാദിത്വമായിരുന്നു. അങ്ങനെ ഒരു ദിവസത്തിൽ 2000 യഹൂദന്മാരെ കൊല്ലണം എന്നുള്ള ലാക്കിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അതിന്
നേതൃത്വ സ്ഥാനം വഹിച്ച് നടത്തിയ വ്യക്തിയുടെ പേരാണ് അഡാൾഫ് ഈച്ച്മാൻ എന്ന് അറിയപ്പെടുന്ന സൈന്യാധിപൻ. ഇദ്ദേഹം യഹൂദന്മാരെ എങ്ങനെയൊക്കെ കൊല്ലാൻ അവന് തലച്ചോറിൽ തോന്നുന്നുവോ അതൻ പ്രകാരമെല്ലാം അവൻ ചെയ്യുവാനിടയായിത്തീർന്നു. അനേക യഹൂദന്മാരെ തോക്കുകൊണ്ട് അവൻ ചുട്ടുകൊന്നു. പക്ഷേ തോക്കുകൾ കൊണ്ട് ചുട്ടുകൊല്ലുന്നത് കൊണ്ട് തോക്കിലുള്ള കുണ്ടകൾ തീർന്നു പോകുന്നു എന്ന് അദ്ദേഹം കണ്ടിട്ട് അത് ഒരേ പൊക്കമുള്ള യഹൂദന്മാരിൽ ഏകദേശം 30 പേരെ തെരഞ്ഞെടുത്ത് ഒരേ വരിയിൽ അങ്ങ് നിർത്തിയിട്ട് മുൻപ് നിൽക്കുന്ന വ്യക്തിയുടെ നെറ്റിക്ക് തോക്ക് കൊണ്ട് ചുടുന്ന സമയത്ത് ഈ തോക്കിൽ നിന്ന് പുറപ്പെടുന്ന ഗുണ്ട ആദ്യ മനുഷ്യനിലെ തലച്ചോറിനെ തുളച്ചുകൊണ്ട് അവസാനം നിൽക്കുന്ന 30ാമത്തെ വ്യക്തിയുടെ തലച്ചോറ് വരയ്ക്ക് തുളച്ചുകൊണ്ട് അങ്ങ് കളഞ്ഞാൽ എല്ലാം ഒരുമിച്ച് മരിക്കും. ഇങ്ങനെ ധാരാളം ജനത്തെ ഈ അഡാൾഫ് ഈച്ച്മാൻ കൊല്ലുവാനിടയായിത്തീർന്നു. മാത്രമല്ല ഏകദേശം 100 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ട്രെയിൻ, ഈ ട്രെയിനിൽ 800-ൽ പരം ആ യഹൂദന്മാരെ കയറ്റി ജനാലികളെല്ലാം അടച്ച് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ജനം തിക്കിപ്പാർത്ത് നിൽക്കുവാൻ കഴിവില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മറഞ്ഞു വിടുന്നു. അങ്ങനെ ജനമെല്ലാം മരിക്കും. അങ്ങനെ ട്രെയിൻ നിൽക്കുന്ന സമയമാകുമ്പോൾ ഒരു യഹൂദന്മാർ പോലും അവിടെ ജീവിച്ചിരിക്കുകയില്ല, എല്ലാം മരിച്ചു വീഴും. അതുകൊണ്ട് അവർ എത്ര പേർ മരിച്ചു വീഴുന്നു എന്ന് അറിയാൻ കണക്കെടുക്കാൻ വേണ്ടി അവരൊരു രീതിയെ അവർ ഉണ്ടാക്കി വരുന്നു. എന്ന് പറഞ്ഞാൽ എത്ര പേരെയാണ് നമ്മൾ കൊന്നിരിക്കുന്നത് എന്നറിയുവാൻ വേണ്ടി അവരുടേതായ ഓരോരുത്തരുടെ കാലുകളിൽ ചെമ്പ് കൊണ്ട് ഒരു വളയം അവർ അവിടെ കാലുകൾ ചേർത്ത് ഘടിപ്പിച്ചിരിക്കും. ഈ മരിച്ച ആളുകളെ കൂട്ടം കൂട്ടമായി കൊണ്ട് കുഴികളിൽ ഇടുന്ന കത്തിച്ച് ചാരമാക്കും. ഈ ചാരമാക്കിയതിനു ശേഷം ഈ ചെമ്പ് തകടുകളെ അവർ എണ്ണിയെടുക്കും. മൊത്തം എടുത്ത് അങ്ങനെയാണ് എത്ര യഹൂദന്മാർ മരിച്ചു എന്ന് അവർ കണക്ക് എടുക്കുന്നത്. വലിയ വലിയ കൂട്ടങ്ങളായ യഹൂദന്മാർ പിടിക്കപ്പെടുമ്പോൾ അതിലെ ഒരു ഭാഗത്ത് അവരുടേതായ പിതാവ്, മാതാവ്, ഭാര്യ, മക്കൾ, കുഞ്ഞുങ്ങൾ ആരെയെന്ന് നോക്കാതെ കൊല്ലാൻ വേണ്ടി യഹൂദന്മാരെ തന്നെ നിയോഗിക്കും. അങ്ങനെ മരിച്ച പ്രേതങ്ങളെല്ലാം വലിയ കുഴികളിലാണ് കൊണ്ടിടുന്നതും കുഴി കുഴിക്കുന്നതുമായ ഉത്തരവാദിത്വങ്ങളെ അവർ കൊടുക്കും. കൊടുത്തിട്ട് ആ കാര്യം നിവർത്തിച്ചതിന് ശേഷമുള്ളവരെ അതേ കുഴിയെ തന്നെ വീണ്ടും അവരെയും കൊന്ന് ഒരു കരുണ കൂടാതെ യഹൂദന്മാരൊക്കെ കൊന്നൊടുക്കുവാൻ ഇട. ഇങ്ങനെ വിവിധ വഴികളിലൂടെ യഹൂദന്മാർ ആ കാലഘട്ടത്തിൽ മാത്രം 50 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടു എന്നാണ്. വിഷവാതകം മുഖാന്തരം 10 ലക്ഷം യഹൂദന്മാർ മരിച്ചുപോയി. ട്രെയിനിൽ കയറ്റി ഏകദേശം 20 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി. അങ്ങനെ 1,10 ലക്ഷം യഹൂദന്മാരെ അഡാൾഫ് ഈച്ച്മാൻ കൊന്നുകളയുവാനിടയായിത്തീർന്നു. ഇസ്രായേൽ ജനം അന്ന് പിലാത്തോസ് യേശുവിനെ വിടുവിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് യേശുവിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ എന്ന് വിളിച്ചു വാങ്ങിയതിന്റെ ശാപം അവിടെ തലമുറകളെല്ലാം നിറവേറുവാനിടയായിത്തീർന്നു. അങ്ങനെ 1-ാം ലോക മഹായുദ്ധം 1918 വർഷം നവംബർ മാസം 11-ാം തീയതി രാത്രിയാണ് അവസാനിക്കുന്നത്. ഈ യുദ്ധത്തിൽ ഡോക്ടർ വൈസ്മാൻ ആണ് നേതൃത്വം വഹിച്ച് ബ്രിട്ടീഷുകാർക്ക് വളരെ വിജയം കൈവരിപ്പാൻ കാരണമായി ഇരുന്നത്. യുദ്ധം തീർന്നതിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡോക്ടർ വൈസ്മാനോടുകൂടെ
നന്ദിപൂർവം ഒരു കാര്യം അവർ ആവശ്യപ്പെട്ട്, അല്ലയോ ഡോക്ടർ വെയ്സ്മാൻ അവർകളെ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയം കൈവരിപ്പാൻ നിങ്ങളാണ് വലിയ ഒരു പങ്ക് വഹിച്ചത്. അതിന് തക്കതായ ഒരു ബഹുമാനം ഞങ്ങൾ അങ്ങയോട് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തു വേണമെന്ന് ചോദിച്ചാലും ഞങ്ങൾ തരാം, ഞങ്ങൾ നൽകാം എന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡോക്ടർ വെയ്സ്മാനോടുകൂടെ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ ഡോക്ടർ വെയ്സ്മാൻ അത് എങ്ങനെയാണ് പറഞ്ഞത്? ബ്രിട്ടീഷ് ഗവൺമെന്റ് നിങ്ങളിൽ നിന്ന് പൊന്നോ വെള്ളിയോ മറ്റുള്ള ഏതെങ്കിലും സാധനങ്ങളോ സ്ഥാനമാനങ്ങളോ മറ്റും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പലസ്തീന ദേശത്തെ തുർക്കിയരുടെ കയ്യിൽ നിന്ന് പിടിച്ച് ഞങ്ങൾക്ക് മുൻപിതാക്കന്മാർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഞങ്ങൾക്ക് അവകാശ ഭൂമിയായി നൽകണം, ശാശ്വതമായുള്ള അവകാശ ഭൂമിയായി തരേണം എന്ന് ഡോക്ടർ വെയ്സ്മാൻ ആവശ്യപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഈ സമയത്ത് ബ്രിട്ടീഷിലുള്ള ആർതർ ജെയിംസ് ബാൽബർ എന്നതായ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. 1917 നവംബർ മാസം 2 പലസ്തീന ദേശം യഹൂദ ജനത്തിന്റെ പ്രദേശമായി, അവരുടെ മാതൃ ദേശമായി എന്ന് അദ്ദേഹം വിളംബരപ്പെടുത്തുവാനിടയായി. ഈ വിളംബരത്തിന്റെ പേരാണ് ബാൽബർ ഡിക്ലറേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഈ വിളംബരം വന്നപ്പോൾ ലോകത്തിലുള്ള എല്ലാ യഹൂദന്മാരും വളരെ സന്തോഷിപ്പാനിടയായി. ഇതിനുശേഷം തുർക്കിയുടെ കയ്യിൽ നിന്ന് പലസ്തീന ദേശത്തെ എങ്ങനെയാണ് അവർ പിടിച്ച് യഹൂദനായി തുളിർത്ത് എന്നുള്ളതിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ നിങ്ങളോടുകൂടെ പങ്കുവയ്ക്കാം. പ്രിയ ദൈവമക്കളെ, ഈ ഭാഗങ്ങളൊക്കെയും തിരുവചനത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും എന്തുകൊണ്ടെടുത്തു പറയുന്നെന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ വരവ് തീർത്തും നിശ്ചയമാണ്, സത്യമാണ്, അത് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് യഹൂദ ജനമായ അത്തിയുടെ തുളിർപ്പു എന്ന് പറയുന്നത്. യഹൂദനാകുന്ന അത്തി തിളിർത്ത് കളഞ്ഞു, അത് ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവവചനം സത്യമാണ്, വേദപുസ്തകം സത്യമാണ്, ഇപ്പോഴും നിവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. യേശു പറഞ്ഞ വാക്കുകൾ, പ്രവചനങ്ങൾ വള്ളിയും പുള്ളിയും തെറ്റാ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യേശു വരാറായി. ഇതുവരെയ്ക്കും മാനസാന്തരപ്പെടാത്ത ആരെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ വേദപുസ്തകം സത്യമാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തു ലോകരക്ഷിതാവായി നിന്റെ പാപത്തിനു വേണ്ടി അവൻ ക്രൂസിൽ മരിച്ച് രക്ഷ നേടിവെച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തു മുഖാന്തരം ഒരിക്കൽ ഈ രക്ഷ നേടി ദൈവകൽപ്പന അനുസരിച്ചുകൊണ്ട് കർത്താവിനായി ജീവിച്ചാൽ അവന്റെ വരവിൽ നിനക്ക് എടുക്കപ്പെടുവാനിടയായിത്തീരും. അതിനായി നീ ഒരുങ്ങിക്കൊള്ളുക, നിന്റെ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പ്രിയ ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ, കാണുമ്പോൾ, കേൾക്കുമ്പോൾ നമ്മുടെ അരുമനാഥന്റെ അരുമമണവാളന്റെ വരവേറ്റാണെത്തിരിക്കുന്നെന്ന് ഓർത്തുകൊണ്ട് കർത്താവിന്റെ വരവ് വേണ്ടി നമുക്ക് തുടർന്ന് നമുക്ക് ജീവിക്കാം, പ്രസംഗിക്കാം, സത്യസുവിശേഷത്തെ വിളിച്ചറിയിക്കാം, വിശ്വാസം കാക്കാം, പ്രാർത്ഥിച്ചു ഒരുങ്ങാം. ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ. അടുത്ത വീഡിയോയിൽ തുടർന്ന് പലസ്തീന ദേശം പിടിക്കപ്പെട്ട ചരിത്ര ഭാഗങ്ങളും തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിലും നിങ്ങളോട് പങ്കുവയ്ക്കാം. അതുവരയ്ക്കും കർത്താവ് നാം എല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ. മാരനാഥ. May God bless you.